ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിംസിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ച്. അതിൽ നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന അഥവാ UP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ മാറിയ മാത്സിനെയാണെന്ന് സംശയമില്ല, അല്ലേ? മാത്സിനെ നിങ്ങൾക്ക് പേടിയാണ് അഥവാ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമ്മുടെ ചാനലിൽ നിരവധി ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ബേസിക് മാത്സ് ക്ലാസ്സുകളായിട്ടും നിരവധി ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധമായ റെസ്പോൺസും എനിക്ക് കിട്ടാറില്ല. അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യാറില്ല, കമന്റ് ചെയ്യാറില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ അതൊന്നും ചോദിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു പ്രചോദനവും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ ദയവായി ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലിലുള്ള ക്ലാസ്സുകൾ മുഴുവനായും കാണുക. കാരണം നിങ്ങൾ പലരും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഈ സ്കിപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിരവധി ടിപ്പ് ട്രിക്സും അതേപോലെ ഷോർട്ട് കട്ട്സും ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കാണാതെ വേറെ ക്ലാസ്സുകളിലേക്ക് മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ അവസരം ഇതിനായിട്ട് മാറ്റിവെക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കാണുമ്പോൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എന്നിരുന്നാലേ ആ ക്ലാസ്സിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാക്കാനും അതേപോലെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനലിലുള്ള ക്ലാസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതായത് എനിക്കൊരു പ്രചോദനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സുകൾ ഞാൻ കൂടുതൽ എടുത്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രചോദനം നൽകിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നു മുതൽ അത് കാണുക. അതേപോലെ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ കുറവുകളോ ഉണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 എയിംസിനെ കുറിച്ചാണ്. 3 എയിം, അതായത് ഇനി വരുന്ന പരീക്ഷകളിൽ, അതായത് LPSA ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, അതിന് ഏറ്റവും നല്ല മാർക്കുകൾ, അതായത് കൂടുതൽ മാർക്ക് നേടാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള 3 എയിംസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ എയിം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് മുഴുവനും കാണുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എയിം 1 എന്താണ്? എയിം 1 എന്നുള്ളത് നമ്മുടെ ചാനലിൽ എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി, സോഷ്യൽ സയൻസ്, GK, കേരള റിനൈസൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിരവധി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മുഴുവനായും കാണുക. അപ്പോൾ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് ഈ ചാനലിലുള്ള മുഴുവൻ ക്ലാസ്സുകളും, ഇതുവരെ അപ്ലോഡ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും ഇന്ന് തന്നെയോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ള മുഴുവനായി കാണുക. അതാണ് ഒന്നാമത്തെ എയിം. എയിം നമ്പർ 1, എല്ലാ ക്ലാസ്സുകളും മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മാത്സ് പഠിക്കാൻ വേണ്ടി ബേസിക് മാത്സ് എന്ന രൂപേണ ഞാൻ നിരവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിക്കാണും, കഴിഞ്ഞ പരീക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിക്കാണും, എന്താണ് SCRT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ബേസിക് മാത്സ് അഥവാ സിമ്പിൾ അരിത്തമെറ്റിക് എന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പേഴ്സിനെ കുറിച്ച് HCF കാണാൻ, LCM കാണാൻ, ബോർഡ് മാസ്, അതേപോലെ ഫ്രാക്ഷൻസ്, ഇതേപോലുള്ള എല്ലാ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള ബേസിക് മാത്സ്, അതായത് ഏറ്റവും ചെറിയ ലെവലിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബേസിക് മാത്സ് ക്ലാസ്സിനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് കാണാത്തവർ അത് കാണുക, ചെയ്തു പഠിക്കുക. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അത് തനിയെ ചെയ്ത് പഠിച്ചു നോക്കണം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിരവധി ഷോർട്ട് കട്ട്സുകൾ കിട്ടും. ആ ഷോർട്ട് കട്ട്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സിലെയും ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് എയിം നമ്പർ 2. അപ്പോൾ ഒന്നാമത്തെ എയിം നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കാണുക. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് ബേസിക് മാത്സ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ബേസിക് മാത്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നന്നായി വർക്കൗട്ട് ചെയ്യുക. ഇനി നമ്മുടെ മൂന്നാമത്തെ എയിം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ ഒരാൾ പറയുന്നത് കേട്ടു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നൊരു ആൾ പറയുന്നത് ഞാൻ കേട്ടു.
പക്ഷേ അത് തികച്ചും തെറ്റാണ്. കാരണം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു ക്ലാസിന്റെ അതായത് അതേ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്തി എന്ത് ചെയ്തിട്ടുണ്ട്, UPSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ആ ക്ലിപ്പിംഗ് ചെറുതായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ, അതായത് ഈ നിമിഷം കഴിയുമ്പോൾ ആ ക്ലിപ്പിംഗ്സ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് ഞാൻ ചെയ്ത ക്ലാസ്സിൽ നിന്നും അതായത് ഒരു ക്വസ്റ്റ്യൻ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ UPSC പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് മുഴുവനും എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. അതിൽ നിന്നും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് കൊണ്ട് നമ്മുടെ ചാനലിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതിൽ എനിക്ക് ഖേദവുമുണ്ട്. അപ്പം നിങ്ങളെല്ലാം ദേഷ്യമുണ്ട്. അത് കാരണം UPSC കഴിഞ്ഞതിന് ശേഷം എന്റെ ചാനലിലുള്ള വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇവിടെ പറയുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, കൂടുതൽ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം. അതായത് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാർക്ക് നേടാം. അപ്പോൾ 3 എയിംസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 എയിം? ഒന്നാമത്തെ എയിം എന്ന് പറയുമ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും അതേപോലെ മുൻവർഷ ചോദ്യങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഈ രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് മാത്സിന്റെ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ എയിം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അതായത് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ എയിം എന്ന് പറയുന്നത് മാത്സിന്റെ സംബന്ധിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ എയിമിൽ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള സബ്ജക്റ്റിലെ, അതായത് ബാക്കിയുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മുടെ ചാനലിന് പ്രചോദനമായിട്ട് നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ആവശ്യമാണ്. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് SCERT സിലബസുമായി ബന്ധപ്പെട്ട് മാത്സ് ക്ലാസ്സുകൾ ധാരാളം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്കൊരു പ്രചോദനമാവുകയുള്ളൂ. അത് വന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് അഥവാ ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇനിയും കൂടുതൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റായിട്ട് അറിയിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.